വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാശ് കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. വാർഡ് 2. ഞങ്ങൾക്കിവിടെ വെള്ളമില്ല. ഇവിടെ പാറമടയുടെ സ്വയം കാരണം ഞങ്ങൾക്ക് ഇവിടെ ഏറ്റു വരുന്നത് ഇതാ കേൾക്കുന്നത്. പെരയെല്ലാം കുലുങ്ങുന്നുണ്ട്. ഞങ്ങൾക്കിവിടെ ജീവിക്കാൻ ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് വെള്ളമില്ല, ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല. കാശ് കൊടുത്താണ് ഞങ്ങൾ വെള്ളം മേടിക്കുന്നത്. ഒരു നിവൃത്തിയില്ല. ഞങ്ങൾക്ക് ആറുപട പൊട്ടിപ്പോളും. ആറുപട ഉപേക്ഷിക്കണം. ഞങ്ങൾക്ക് വെള്ളം വേണം. ഞങ്ങൾക്കിവിടെ ജീവിക്കണം. നാടുകാണി മലയിൽ ഒരു അരുവി ഉണ്ടായിരുന്നു. അതായത് ഒരു ഓലി പോലെ. ആ ഓലിയിൽ നിന്നും പൈപ്പിട്ടായിരുന്നു ഈ പ്രദേശവാസികൾ. ഇവിടെ ഒരു 50ഓളം വീട്ടുകാർ ഈ ചുറ്റുവട്ടത്തായിട്ടുണ്ട്. ഇവർക്കൊക്കെ സൗജന്യമായിട്ട് അവിടുന്ന് വെള്ളം കിട്ടിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ഈ വീട്ടുകാർക്ക് വെള്ളം വേണമെങ്കിൽ പൈസ കൊടുത്ത് മേടിക്കേണ്ട ഒരു അവസ്ഥയാണ്. 1500 രൂപ കൊടുത്താലാണ് ഒരു വണ്ടി വെള്ളം കിട്ടുന്നത്. ഈ കൂലിപ്പണി നടത്തി ജീവിതമാർഗം നയിക്കുന്ന ആൾക്കാർക്ക് ഇതൊന്നും സാധിക്കുന്ന കാര്യങ്ങൾ. ഇവരെ സംബന്ധിച്ച് അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്. ഒന്നാമത്തെ ഒരു പണി പോലും കിട്ടിയാലൊരു അവസ്ഥയാണ്. വളരെ ദുരിതത്തിലാണ്. അതാണ് ഈ അമ്മച്ചിയെ പോലെ തന്നെ ഈ ക്യാമറയുടെ മുമ്പിൽ വരാൻ പോലും ഒരു പ്രാവശ്യം പോലും ഒരു മുഖം കാണിച്ചിട്ടില്ലാത്ത ആൾക്കാരാണ്. ഇവർക്കൊക്കെ വളരെ ബുദ്ധിമുട്ടാണ്. എല്ലാവരെയും നിങ്ങളുടെ മുമ്പിലേക്ക് നമുക്ക് എത്തിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ പറയാതിരിക്കാനും വയ്യ. എത്രയും പെട്ടെന്നൊരു ശാശ്വത പരിഹാരം ഈ മുണ്ടക്കൽ ചൂരമലയിൽ സംഭവിച്ച അവസ്ഥ ഈ നാടുകാണി മലയിൽ ഉണ്ടാകാതിരിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഉന്നത അധികാരികളുടെ കണ്ണു തുറന്ന് ഈ പാറമട നിർത്തലാക്കുക. 110 ഏക്കർ പാറമടയാണിത്. ഇവിടെ ഒരു കാലത്ത് ജനസഞ്ചാരമായിട്ട് വിദേശികൾ ഉൾപ്പെടെ വിനോദസഞ്ചാരികൾ ഇവിടെ വന്നുകൊണ്ടിരുന്നതാണ്. വിനോദസഞ്ചാരത്തിന് പറ്റിയൊരു ഏരിയയാണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള, വളരെ പ്രകൃതി രമണീയമായിട്ടുള്ള, പ്രകൃതി സുന്ദരമായിട്ടുള്ള ജനസാന്ദ്രതയുള്ള ഒരു ഏരിയ ആയിരുന്നു. ഒരു 19 വീട്ടുകാരെ ഇവർ ആദ്യം തന്നെ പാറമട തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർ തന്ത്രപൂർവ്വം ഇവിടുന്ന് കുടിയൊഴിപ്പിച്ചു. അതിനുശേഷം ഇവർ ഒരു വാർഡായിട്ട് 3-ാം വാർഡ് എന്ന ഒരു വാർഡ് ഈ പാറമടയ്ക്കായിട്ട് തന്നെ സൃഷ്ടിച്ചു. നിലവിൽ ഈ 3-ാം വാർഡിലാണ് ഈ പാറമട സ്ഥിതി ചെയ്യുന്നത്. ജനങ്ങൾക്ക് ആർക്കും ഇത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ജനജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാതെ രാഷ്ട്രീയ പ്രബുദ്ധങ്ങൾ ഈ ജനങ്ങളെ ഒന്നടങ്കം വലയ്ക്കുകയാണ്. ജനസേവനം എന്ന പേര് പറഞ്ഞ് നാട്ടുകാരുടെ വോട്ട് നേടി ഓരോ സ്ഥാനമാനങ്ങളിൽ ഇവരിരുന്നിട്ട് ജനങ്ങളെ ചൂഷണം ചെയ്യുകയാണ്, കൊള്ളയടിക്കുകയാണ്. ജനജീവിതത്തിന് യാതൊരു വിലയും കൊടുക്കാതെ ഇവർ പല്ലളിച്ച് കാണിക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നാട്ടിൽ നടപാടിക്കൊണ്ടിരിക്കുന്നത്. ഉന്നതാധികാരികൾ ഇത് വേണ്ടപ്പെട്ട അധികാരികളിലേക്ക് ഈ വീഡിയോ കൈമാറി ഈ നാടുകാണി മലയുടെ ഈ പരിസര പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ഈ ജനങ്ങൾക്ക് സമാധാനമായിട്ട്, സ്വസ്ഥ സമാധാനമായിട്ട്, സുഖമായിട്ട് വെള്ളവും വൈദ്യുതിയും ഒക്കെ കിട്ടാൻ പാകത്തിന് ഒരു സൗകര്യം ഒരുക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ഒരു കാര്യം കൂടി പറയട്ടെ. ഈ പ്രദേശത്ത് ഇവിടെ എല്ലാ ആൾക്കാർക്കും മൊബൈൽ റേഞ്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവർക്ക് ആർക്കും റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. BSNലും അതുപോലെ തന്നെ ജിയോയ്ക്കൊക്കെ ഇവിടെ ടവർ ഉണ്ടായിരുന്നു. ഈ പാറമട നിലനിന്ന സ്ഥലത്താണ് ഈ ടവർ നിന്നിരുന്നത്. ആ ടവർ അവർ നശിപ്പിച്ച് കളഞ്ഞു. അതുപോലെ ഇവർക്ക് ഒരു മൊബൈൽ വിളിക്കാൻ പോലും പറ്റിയാലാത്ത സ്ഥിതിവിശേഷമാണ്. റേഞ്ച് കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇവർക്കൊന്ന് വിളിക്കണമെങ്കിൽ ഏതെങ്കിലും വേറെ സ്ഥലങ്ങളിൽ പോയി വണ്ടി വിളിച്ച് പോയി വിളിക്കേണ്ട ഒരു അവസ്ഥയാണ്. വെള്ളമില്ല. ഒരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് രാത്രിയിലൊക്കെ ഒരു അസുഖമൊക്കെ വന്നു കഴിഞ്ഞാൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ ഒരു വണ്ടി വിളിക്കാൻ പോലും പറ്റിയാത്തൊരു അവസ്ഥയാണ്. എത്ര ദുരിതമാണെന്ന് ഓർത്ത് നോക്കി. ഈ രാഷ്ട്രീയക്കാരോടാണ് പറയാനുള്ളത്. ഏത് രാഷ്ട്രീയ പാർട്ടി ആയിക്കോട്ടെ, ജനങ്ങളുടെ ജീവന സ്വത്തിനും യാതൊരു സംരക്ഷണം കൊടുക്കാതെ ജനപ്രതിനിധി എന്ന പേരും പറഞ്ഞിട്ട് നിങ്ങൾ അലക്കി തേച്ച കുപ്പായം ഇട്ട് ജനങ്ങളുടെ മുമ്പിൽ നിങ്ങൾക്ക് നോക്കി നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ജനങ്ങളുടെ മുമ്പിലേക്ക് ചെല്ലാനായിട്ട് നിങ്ങൾക്ക് നാണമില്ലേ? എത്ര ദുസ്സഹമാണ് ഈ ഒരവസ്ഥ. എനിക്ക് തോന്നി കേരളത്തിൽ ഒരിടത്തുമില്ലെന്ന്. മുണ്ടക്കൽ ചൂരമലയിലൊക്കെ ഈ ദുരന്തമായിട്ട് ബന്ധപ്പെട്ട് ഒരാഴ്ചക്കാലം രക്ഷാദൗത്യത്തിലുണ്ടായിരുന്നു. അതേ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ പ്രദേശവാസികൾ അനുഭവിക്കുന്നത്. ഇനിയൊരു ദുരന്തം ഈ നാട്ടിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഈ 110 ഏക്കർ പാറമട എത്രയും പെട്ടെന്ന് കൂട്ടിക്കുക. അതുപോലെ തന്നെ ഈ പാറമടയോട് ചേർന്ന് തന്നെ വളരെയധികം ആൾക്കാർ ഹ്യൂജ് ആയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും പാറമടകൾ തുറക്കാനുള്ള അനുമതി മേടിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്ഥലങ്ങൾ മേടിച്ച് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ കൂടുതൽ കംപ്ലയിൻറ്റ് പറയുമ്പോൾ ആൾക്കാരെ പ്രദേശത്ത് നിന്ന് മാറ്റിയിട്ട് കംപ്ലയിൻറ്റ് ഇല്ലാതെ ആക്കിയിട്ട് ആ പ്രദേശവും അവർ കൈയടക്കി പാറമടയ്ക്കായിട്ട് തന്നെ അവർ സ്വരുക്കൂട്ടി എടുക്കുകയാണ്. അല്ലേ? ഈ നാട്ടിലെ തോട്ടിലും പുഴയിലൊക്കെ ധാരാളം മണല കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ മണലൊക്കെ അടിഞ്ഞുകൂടുന്ന കാരണമാണ് ഈ വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അന്നേരം സ്കൂളിലേക്ക് കൊണ്ടുപോയി ആൾക്കാരെ നാട്ടുകാരെ എല്ലാം കൊണ്ട് പാർപ്പിക്കുകയല്ല വേണ്ടേ. പകരം അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകാതിരിക്കണമെങ്കിൽ ഈ പാറമട കന്നൊക്കെ നിർത്തിയിട്ട് പകരം തോട്ടിലും പുഴയിലും മണൽ വാരി, തോട്ടിലെയും പുഴയിലൊക്കെ മണൽ വാരി പെര പണിതൊരു കാലം ഉണ്ടായിരുന്നല്ലോ. ഈ ഉദ്യോഗസ്ഥരൊക്കെ മറന്നുപോയോ? നിങ്ങളുടെ പോക്കറ്റിലേക്ക് പൈസ വന്ന് വീഴണമെങ്കിൽ തോട്ടിൽ നിന്നും പുഴയിൽ നിന്നും
ഒക്കെ മണൽ വാരി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ കീശ വീർക്കിയാലെന്നറിയാം. അത് കാരണം നിങ്ങൾ പ്രത്യേക അനുമതിയൊക്കെ നിങ്ങൾ ഉണ്ടാക്കി, പ്രത്യേക നിയമങ്ങളുണ്ടാക്കി, തോട്ടിൽ നിന്ന് പുഴയുന്ന ഒരു പാവപ്പെട്ട ഒരുത്തന്നെ ഒരു കൊട്ട മണൽ വാരിയാൽ നിങ്ങൾ ജിയോളജിക്കാർ അപ്പം തന്നെ വണ്ടിയായിട്ട് എന്നിട്ട് അവരെ പേടിപ്പിച്ചവർക്ക് അവർക്ക് കേസാക്കി വേണമെങ്കിൽ തുറുങ്കിലടയ്ക്കുന്ന ഒരു അവസ്ഥയാണ് ഈ നാട്ടിൽ സംജാതമായിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം ഉണ്ടാകണം. നാട്ടുകാരുടെ ജീവന് ഒരു സംരക്ഷണം കൊടുക്കണം. എത്രയും പെട്ടെന്ന് പാറമടകൾ അടച്ചു കൂടണം. പകരം പുഴയിലെ മണലും തോട്ടിലെ മണലൊക്കെ വാരി കെട്ടിടങ്ങളൊക്കെ നിർമ്മിക്കാനുള്ള കാര്യങ്ങളിലേക്ക് പോട്ടെ. പഴയ കാലങ്ങളിൽ അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരുന്നത് ആ ഒരു അവസ്ഥയിലേക്ക് തന്നെ ആകണം. ഓക്കെ, താങ്ക് യു. മേരിച്ചേച്ചി താമസിക്കാൻ ഏറ്റവും ടോപ്പിൽ. പുള്ളിയുടെ വീട് അവിടെയാ. പുള്ളിയുടെ അടിയാ പൊട്ടിക്കുന്നത്. പുള്ളിയുടെ സാധനം കൊണ്ടുപോലെ കല്ലൂരിട്ട് വിട്ടാൽ നോക്കിയേ. അതൊക്കെ ഒരു ചാലുണ്ടെങ്കിൽ അവിടെ